ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് മേന എന്നെ വിളിക്കുന്നുണ്ട്, നീ എവിടെ കാണില്ലാലോ എനിക്ക് വിശക്കാണ്, ഫുഡ് ഉണ്ടാക്കിത്താ, ഞാൻ പൈസ ഇട്ടരാ, നീ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ഞാൻ ഫുഡ് വരെ ഉണ്ടാക്കി കൊടുത്ത്. എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ ഒരു സംഭവം പറഞ്ഞിട്ടൊരു അവള് പറയാ, നീ ഇത്ര തല്ലുകൊണ്ടിട്ട് ഇയാൾക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, നിന്നെ സമ്മതിക്കണം സഫ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എനിക്ക് അന്നത്തെ ദിവസം അവിടെ നിൽക്കാൻ പേടിയായിരുന്നു. ഞാൻ അപ്പത്തിനും എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ഈ വന്ന ഫ്രണ്ടില്ലേ അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായത്. അതിനുശേഷം ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഞാൻ വരുമ്പോ ഫ്ലാറ്റിൽ ആളില്ല, മാനുമില്ല. എന്റെ അടുത്ത് പറഞ്ഞുണ്ടായി ബാംഗ്ലൂർ പോകുന്നു. ഞാൻ പറഞ്ഞു പോയിക്കോ, അല്ലാത്ത പ്രശ്നങ്ങളിൽ ബാംഗ്ലൂർ പോകുന്ന പറയുമ്പോ ഞാൻ പറയും പോലെ മാനു പോലെ, എന്നെ ഇട്ടിട്ട് പോലെ എന്ന് ഞാൻ കാലുപിടിച്ച് പറയുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ ആയിപ്പോയി. കുട്ടീനെ കയ്യിൽ വെച്ചാൽ ഒരു കുട്ടീനെ സ്നേഹം ഉണ്ടെങ്കിൽ ആ വാപ്പ ഒരിക്കലും എന്നെ തല്ലൂല. അവൻ അലറുന്നുണ്ടെങ്കിൽ നിർത്തും, ആ വാപ്പ അവിടെ തല്ല് നിർത്തും. ഇത് അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര വിഷമായി പോയി. എന്നിട്ട്